ഇന്നാണെങ്കിൽ രാവിലെ എണീറ്റപ്പോൾ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ അല്ല, എനിക്ക് ഇന്ന് ഓൾറെഡി ഒരു കല്യാണം ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഇച്ചിരി ലേറ്റായി. എന്നാലും രാവിലെ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ടി വിയൊക്കെ കണ്ട് നമ്മുടെ വേടൻ്റെ കടലമ്മ കരഞ്ഞല്ലോ പെറ്റതൊക്കെ കേട്ട് ഇങ്ങനെ വൈബൊക്കെ അടിച്ചിരിക്കുമായിരുന്നു. കാരണം എന്താ വെച്ചാൽ പുറത്ത് ഒട്ടുക്കത്തെ മഴയായിരുന്നു. അപ്പോൾ നമുക്ക് മഴയത്ത് പുറത്തിറങ്ങാനായിട്ട് ഭയങ്കര ഒരു മടിയാണല്ലോ. അപ്പം ഞാനിങ്ങനെ നമ്മുടെ ഫ്രണ്ടിലത്തെ ഒരു ചാരുകസേരയിൽ നിന്ന് നമ്മുടെ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് എനിക്കായിട്ടൊരു സുഖമല്ലേ. അപ്പം അങ്ങനെ കുറേ നേരം കാറ്റൊക്കെ കൊണ്ടിരുന്ന് അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് കല്യാണത്തിന് പോകണമല്ലോ എന്ന്. അങ്ങനെ പിന്നെ കുറേ നേരമൊക്കെ ഇരുന്ന് ഒരു ഉച്ചയായപ്പോഴത്തേനും നമ്മൾ പോയി റെഡിയായി നേരെ കല്യാണത്തിന് പോയി. കല്യാണം എൻ്റെ വീട്ടിലാണ്. അപ്പം ഞാൻ കോട്ടയത്തു നിന്ന് ഞാനും ജിതയും കൂടി നേരെ കല്യാണ വീട്ടിലേക്ക് പോവുകയാണ്. കല്യാണ വീട്ടിലേക്കല്ല, എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ കല്യാണ വീട്ടിലേക്ക് പോകുന്നത്. അപ്പം എൻ്റെ കൂടെ 10th വരെയും പഠിച്ച ഇപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടിരിക്കുന്ന സുധീഷിൻ്റെ കല്യാണമാണ്. ഞങ്ങൾ സുധി എന്ന് സ്നേഹത്തോടെ വിളിക്കും. അപ്പോൾ എൻ്റെ കൂടെ 10th പഠിച്ച ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു റീയൂണിയൻ സെറ്റപ്പൊക്കെ ആയിരുന്നു. കാരണം നമ്മുടെ ഷായിക്കുട്ടി അവിടെ ഇന്ന് സ്വന്തമായിട്ട് വൈബടിക്കുകയാണ്. പിന്നെ അവിടെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഡാൻസും കലാപരിപാടികളൊക്കെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. അവർ ഫാമിലിയാണ്, അവരെല്ലാ കപ്പിൾസും കൂടി ചെറിയൊരു ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കണ്ട് ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ ഒരു 11:30 ആയപ്പോൾ നമ്മളവിടെ നേരെ വീട്ടിലേക്ക് പോന്നു. അവിടെ നിന്ന് പോന്നു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ചെന്ന് കയറിയത് ഹാങ് ഔട്ടിലാണ്. അവിടെ നിന്ന് പിന്നെ ചെറുതായിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഒരു ലൈം ടീ ഒക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി.